നമസ്കാരം, ഞാൻ കവിത സുധാകരൻ. ഇന്ന് നമ്മുടെ ഈ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ തളർന്നു പോകുന്ന മനുഷ്യരുണ്ട്. നമ്മളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, പ്രതിസന്ധിയൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ തന്നെയാണ്. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാ മനുഷ്യർക്കും പ്രതിസന്ധികളുണ്ടാവും. ഈ പ്രതിസന്ധികൾക്ക് വേണ്ടി ഞാൻ വചനം പറഞ്ഞിട്ടുണ്ട്. മഹാമല്ലനായ ഗോലിയാത്തിനെ നേരിടാൻ വെറും കൈയോടെയാണ് ദാവീദ് എത്തിയത്. എന്നാൽ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ അവൻ ഗോലിയാത്തിനെ വീഴ്ത്തി. 1 സാമുവേൽ 17. അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് ഗോലിയാത്തിനെ വീഴ്ത്തിയത്. ആരുടെ നാമത്തിൽ? സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ. അപ്പോൾ നമ്മൾക്ക് യേശുനാമത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ പറ്റും. പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങളാണ്. ഇപ്പോൾ സാധാരണ മനുഷ്യർക്ക് പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് അനുഗ്രഹിക്കപ്പെടാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അത് അനുഗ്രഹിക്കപ്പെട്ട, ദൈവിക മനുഷ്യർക്ക് അത് അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങളാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഗുരു പറയും, ദുരിതങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കായുള്ള ദിവ്യാനുഗ്രഹങ്ങളായി കരുതി നന്ദിയുള്ളവരായിരിക്കുക എന്ന്. അതായത് ദുരിതം വന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടാവും. അത് നമ്മളെ വളർത്തും, തളർത്തില്ല, വളർത്തും. പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഫലം കിട്ടുള്ളൂ. ചെങ്കടൽ തീരത്തെത്തിയ ഇസ്രായേൽക്കാരുടെ പുറകിൽ ഫറവോയുടെ സൈന്യം എത്തി നിൽക്കുന്നു. വഴിമുട്ടി പ്രതിസന്ധി. അപ്പോൾ പ്രതിസന്ധി വന്നുല്ലോ. ദൈവത്തിൻ്റെ ശക്തിയോടെ മോശ കൈകൾ നീട്ടി ചെങ്കടൽ പിളർന്നു. ജനം രക്ഷപ്പെട്ടു. ശത്രു സൈന്യം കടലിൽ മുങ്ങി. പുറപ്പാട് 14 പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ജെറീക്കോയിലെത്തിയ ഇസ്രായേൽക്കാരെ അഭിമുഖീകരിച്ചത് ഉയർന്ന കോട്ടയായിരുന്നു. ദൈവശക്തി സംഭരിച്ച് ജനം ആർത്തട്ടഹസിച്ചപ്പോൾ ജെറിക്കോ മതിൽ വീണു. ജോഷുവ 6. അപ്പോൾ പ്രതിസന്ധികളിൽ പതറാതെ, പ്രതിസന്ധികൾ വരുമ്പോൾ അത് അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങളാണ് എന്ന് വിചാരിച്ച് യേശുനാമത്തിൽ നേരിടാം. നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാട് 14, 13, 14. ഈ ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. പ്രതിസന്ധി വരുത്തുന്നത് ആരാണെന്ന് ദൈവിക മനുഷ്യർക്കറിയാം. പ്രതിസന്ധി ഒരിക്കലും ദൈവം വരുത്തുന്നതല്ല. പ്രതിസന്ധി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഹാരമുണ്ട്. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. സങ്കീർത്തനം 20:5. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. 1 കൊരിന്തോസ് 15:57. അപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ ഏത് ബോധത്തിലിരിക്കുന്ന ആൾക്കാരായാലും പതറും. പക്ഷേ നമ്മൾ അത് ദൈവനാമത്തിൽ നേരിട്ട് കഴിഞ്ഞാൽ ആ പ്രതിസന്ധി അനുഗ്രഹമാവും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പി 4:13. അപ്പോൾ ഇതിൽ ജിനു പള്ളിപ്പാട്ടച്ഛൻ പറയണ ഒരു വരികളുണ്ട്. അത് എനിക്കിഷ്ടപ്പെട്ടു. പ്രതിസന്ധിനെ പറ്റിയിട്ട് ജിനു പള്ളിപ്പാട്ടച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ അച്ഛൻ്റെ സ്പീച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ അത് കേൾപ്പിക്കാം. കുറച്ചും കൂടിയൊക്കെ ജീവിക്കാൻ, തൻ്റെ ഇടത്തോടു കൂടി ജീവിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ വേദനകളും പ്രതിസന്ധികളും തന്നെയാണ്, അല്ലേ? ഈ ഒറ്റയ്ക്ക് വളരുന്ന വൃക്ഷങ്ങളെ കണ്ടിട്ടില്ലേ? ഏത് കൊടുങ്കാറ്റിലും അത് പിടിച്ചു നിൽക്കും. കാരണം എന്താണെന്നറിയോ? അത് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ്. വലിയ വൃക്ഷങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിൻ്റെ വേര് നന്നായിട്ട് ഇറക്കിയതുകൊണ്ടാണ് അത് ഇപ്പോഴും ജീവിതത്തിലേക്ക് പ്രതിസന്ധികളും വേദനകളും കടന്നു വരുമ്പോൾ ഒത്തിരിയേറെ വിഷമിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതം തകർന്നു, ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ച് നിരന്തരം സങ്കടപ്പെടുന്നവരും വേദനിക്കുന്നവരുമാണ് നമ്മളൊക്കെ. ചില പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ. പല പ്രതിസന്ധികളും പല വേദനകളും നമ്മുടെ ഓരോരുത്തരെയും വളർത്തിയിട്ടുള്ളൂ. ഒന്ന് ഓർത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കുറച്ചും കൂടിയൊക്കെ ജീവിക്കാൻ, തൻ്റെ ഇടത്തോടു കൂടി ജീവിക്കാൻ നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ വേദനകളും പ്രതിസന്ധികളും തന്നെയാണ്, അല്ലേ? ഈ ഒറ്റയ്ക്ക് വളരുന്ന വൃക്ഷങ്ങളെ കണ്ടിട്ടില്ലേ? ഏത് കൊടുങ്കാറ്റിലും അത് പിടിച്ചു നിൽക്കും. കാരണം എന്താണെന്നറിയോ? അത് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ്. വലിയ വൃക്ഷങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിൻ്റെ വേര് നന്നായിട്ട് ഇറക്കിയതുകൊണ്ടാണ് അത് ഇപ്പോഴും. അപ്പോൾ ഇതിൽ അച്ഛൻ പറയണുണ്ടോ, അതായത് പ്രതിസന്ധി വരുമ്പോൾ
തളർന്നു പോവരുത്. അവിടെ തളർന്നു പോണത് ദൈവിക മനുഷ്യനാണ് അല്ല. ദൈവിക മനുഷ്യൻ ഒരിക്കലും അതിൽ തളരില്ല. അതായത് ഈശ്വര സാന്നിധ്യം, അത് ഏത് മതവിശ്വാസത്തിലായാലും ഈശ്വര സാന്നിധ്യമുള്ള മനുഷ്യൻ മാത്രമേ പ്രതിസന്ധിയിൽ പിടിച്ചു നിന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ തളർന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് ആ ഈശ്വര സാന്നിധ്യം അതാണ് ആ പ്രതിസന്ധിനെ നേരിടാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നേരിടണം പ്രതിസന്ധികളെ. വരുന്നത് ദുരിതങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കായുള്ള ദിവ്യാനുഗ്രഹങ്ങളായി കരുതി നന്ദിയുള്ളവരായിരിക്കും. ആ പ്രതിസന്ധിയോട് നന്ദി പറയാം നമ്മൾ. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ അത് അനുഗ്രഹമായിട്ട് വരും കേട്ടോ. താങ്ക് യു.